അപ്പോൾ ഇവിടെ നമ്മുടെ ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങാൻ കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ബക്കറ്റ് ലിസ്റ്റ് പ്ലേസ് ഗവിയാണ് കേട്ടോ. ബസ്സില്ലെങ്കിലും നമുക്ക് രണ്ടും കൽപ്പിച്ച് പോയി നോക്കാമെന്ന് കരുതി. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ പുറപ്പെട്ടു. നേരെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു. കുറച്ചു സമയത്തിനകം ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ ഉണ്ടെന്നും അവിടെ ഇറങ്ങിയാൽ ഉടൻ തന്നെ കോട്ടയത്തേക്കുള്ള ട്രെയിൻ ഉണ്ടെന്നും അറിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഒന്നും കാത്തിരിക്കേണ്ടി വന്നില്ല, ദാ നമ്മുടെ ട്രെയിൻ എത്തി. നേരത്തെ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ജനറൽ ആണെങ്കിൽ എന്താ, ദാ നോക്കൂ, ഇങ്ങനെ ആളൊഴിഞ്ഞ സെക്കൻഡ് ക്ലാസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഹർത്താൽ ട്രെയിൻ യാത്രക്കാരെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ദൂരം പോയപ്പോഴേക്കും ഷൊർണൂരെത്തി. പെട്ടെന്ന് തന്നെ ഇറങ്ങി കോട്ടയത്തേക്കുള്ള ട്രെയിനിൽ കയറി. ആ ട്രെയിനിൻ്റെ അവസ്ഥ സെയിം ആയിരുന്നു. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ലീപ്പറിലിരുന്ന് പോകാൻ കഴിയോ ഇത്ര സുഖമായിട്ട്? തൃശ്ശൂരെത്തിയപ്പോൾ ഓരോ ചായ വാങ്ങി കുടിച്ചു. ഇവിടെ പിസ്ത കഴിക്കലും വെള്ളം കുടിക്കലും ഉറക്കവും എല്ലാമായി. അതിനിടയിൽ ഒരു ചെറിയ മഴയും പെയ്തു തോന്നുന്നു. കോട്ടയത്തെത്തിയപ്പോൾ രാത്രി 9:15 കേട്ടോ. ആഹാ, എന്ത് വിജനമാണല്ലേ. ഇനി ഈ സമയത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ കാണണേൽ വേറൊരു ഹർത്താൽ വരേണ്ടി വരും. പിന്നെ നമ്മൾ ഓരോ ദോശയും ചായയും കഴിച്ച് കോട്ടയം സ്റ്റാൻഡിലോട്ട് പോയി. അവിടെ ഇപ്പോൾ രാത്രി ആയതിനു ശേഷം ചുരുക്കം ചില ബസ്സൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തി 10 മിനിറ്റിനകം കുമളി വഴി മധുരയിലേക്കുള്ള ബസ് എത്തി. നമ്മൾ കുമളിയിൽ നിന്നാണ് ഗവി ബസ് കയറുന്നത്. പൊൻകുന്നത്ത് വച്ച് എല്ലാവരെയും മറ്റൊരു ബസ്സിലോട്ട് മാറ്റി. നമ്മളിനി 1:30 കുമളിയിലെത്തുക. അങ്ങനെ റോഡിന് സൈഡിലൂടെയുള്ള ചെറിയ വെള്ളച്ചാട്ടവും തേയിലത്തോട്ടവും അസാധ്യ പ്രകൃതി ഭംഗിയുമായി മാഷാ അല്ലാ. കുമളി എത്തുന്നതിന് മുമ്പ് ആർക്കെല്ലാം എന്തെങ്കിലും വേണേ കഴിക്കാൻ വേണ്ടി ബസ്സൊന്ന് ഒതുക്കിയിരുന്നു. ഏകദേശം 1:45 നമ്മൾ കുമളി ബസ് സ്റ്റാൻഡിലെത്തി. നമുക്ക് KSRTC ഡിപ്പോയിൽ നിന്നാണ് ബസ് കുമളിയിലേക്ക് എടുക്കുക. അതിന് കുറച്ചൊന്ന് നടക്കണമായിരുന്നു. ഇവിടുന്ന് നമുക്കിനി 5:30 ഗവിയിലേക്കുള്ള ബസ് എടുക്കുക. ബസ് എടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ബാക്കി യാത്രാവിശേഷങ്ങൾ നമുക്ക് പാർട്ട് 2-ലാവാട്ടോ. ബസ്സിൻ്റെ സമയപരിധി കാരണമാണ് കേട്ടോ.